ഒരു വാർപ്പിന് പൈപ്പിടാൻ വന്നാണ് കേട്ടോ. നല്ല വെയിലായിരുന്നു. അപ്പോൾ ഉച്ചരിട്ടാണ് പൈപ്പിടാൻ കയറിയിട്ടുള്ളത്. പൈപ്പിടുമ്പോൾ പറയാനുള്ളത്, കുറേ ആൾക്കാർ കമ്പിൻ്റെ താഴെ കൂടെ പൈപ്പിടും, കുറേ ആൾക്കാർ മുകളിലൂടെയും പൈപ്പിടുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ മുമ്പ് കാലത്തൊക്കെ ഫുള്ള് കമ്പിൻ്റെ താഴെ കൂടെയായിരുന്നു പൈപ്പ് ഇട്ടിരുന്നത്. ഇപ്പോൾ മുകളിലൂടെയാണ് കുറേ ആൾക്കാർ പൈപ്പിടുന്നത്. താഴെ കൂടെ പൈപ്പിടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വാർപ്പിന് ക്രാക്ക് വരും. കുറച്ച് കാലം കഴിയുമ്പോൾ ക്രാക്ക് വന്നിട്ട് അതിന് ലീക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മുകളിലിടുമ്പോഴും അത്ര സേഫ്റ്റി അല്ല. മുകളിലിടുമ്പോഴും അത് മുകളിൽ നിന്ന് ക്രാക്ക് വരും. വെള്ളം ഇറങ്ങിയാൽ പിന്നെ ലീക്ക് എന്തായാലും വരും പൈപ്പിടുമ്പോൾ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്, നമ്മൾ ക്ലയൻറ്റിന് കുറച്ച് കാശ് കൂടുതൽ വരുമെങ്കിലും ഒരുപാട് കാലം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിൽക്കും. ഇതുപോലെ 2 ലെയറായിട്ട് കമ്പിടുക. 2 ലെയറായിട്ട്, ഇപ്പോൾ ഇവിടെ കുറച്ച് സ്ഥലത്ത് 2 ലെയറായിട്ട് ഇട്ടിട്ടുണ്ട്, പിന്നൊക്കെ ഒറ്റ ലെയറാണ്. അപ്പോൾ ഈ 2 ലെയറായി ഇടുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ, ഇതിൻ്റെ ഗ്യാപ്പിൽ കൂടെ നമുക്ക് പൈപ്പ് ഇടാൻ പറ്റും. ഇതിൻ്റെ ഗ്യാപ്പിൽ കൂടെ പൈപ്പ് ഇട്ടാൽ ആ ക്രാക്ക് വരുന്ന സംഭവം നമുക്കൊരു പരിധി വരെ ഇല്ലാതാക്കാം. പിന്നെ കൂടുതൽ പൈപ്പ് ഇപ്പോൾ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ കൊണ്ടുപോകുമ്പോൾ, ഇത് കമ്പിൻ്റെ മുകളിലാണെങ്കിലും പിന്നെ അതിൻ്റെ മുകളിലേക്ക് വേറെ ഒന്നുമില്ലല്ലോ പൈപ്പ് ഇടുമ്പോൾ, പിന്നെ എന്തായാലും ക്രാക്ക് വരാൻ 90% ക്രാക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ 2 ലെയറായി ഇടുമ്പോൾ, കമ്പി 2 ലെയറായി ഇടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പൈപ്പ് വിട്ടാൽ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും വരില്ല. എൻ്റെ ഒരു അഭിപ്രായമാണ്. ഒരുപാട് ആളുകൾ പല രീതിയിലൊക്കെ ചെയ്യണം. നമ്മളെ ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് ചർച്ചകൾ നടന്നാണ് മുകളിലൂടെ പൈപ്പിടണവും കമ്പിൻ്റെ താഴെ കൂടെ പൈപ്പിടണമൊക്കെ. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ഓക്കെ.